ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും സൂമായിട്ടിരിക്കുന്നു. ഞങ്ങളെല്ലാവരും ഇവിടെ സൂമായിട്ടിരിക്കുന്നു. ആക്ച്വലി ഞാൻ വീഡിയോ എടുക്കണമെന്നൊന്നും ഉദ്ദേശിച്ചല്ല കേട്ടോ. പക്ഷേ ഞാനാണെങ്കിൽ അതുകൊണ്ട് മുടിയൊന്നും ചൊവ്വിന് കെട്ടിയിട്ടില്ല. കുളിച്ചിട്ട് ജസ്റ്റ് ആണെങ്കിൽ ഇറങ്ങിയതാണേ. അതുകൊണ്ട് തലമുടി ജസ്റ്റ് ഒന്ന് ക്ലിപ്പ് ഇട്ടിട്ടേ ഉള്ളൂ. ഞങ്ങളുടെ ഗ്രൗണ്ട് ഫ്ലോറിൽ ആ AC ഇരിക്കുന്നത് ആ ഗ്രൗണ്ട് ഫ്ലോറിലാണ് വീട്. അന്നേരം അവളാണെങ്കിൽ അബിഗയിലാണെങ്കിൽ ആ ജനലിലിരുന്ന് അവിടെ കളിക്കുന്ന പിള്ളേരെ എല്ലാം ചേച്ചി ചേട്ടാ അവിടെ കൂടെ പോകുന്നവർ പപ്പ മമ്മി എല്ലാവരെയും അങ്കിളെ എല്ലാം വിളിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കും. അവൾക്ക് അറിയാവുന്നത് ചേട്ടാ ചേച്ചി ഹിന്ദിയിലാണ് അവൾ പറയുന്നത്. ദാദാ ദീദി പപ്പ മമ്മി കാക്ക ഇങ്ങനെ ഒക്കെ അവൾ വിളിച്ചുകൊണ്ടിരിക്കും. അന്നേരം ആണെങ്കിൽ ഈയിടെയായിട്ടാണെങ്കിൽ ഞങ്ങൾ ഒരു നേരം വൈകിട്ട് മാത്രം ഒരു നേരം അവളെ ആണെങ്കിൽ വീട്ടിൽ നിന്ന് വെളിയിൽ ഇറക്കാറുണ്ട്. അവളന്നേരം ഇവിടെ ജസ്റ്റ് ഒന്ന് ഓടിയൊക്കെ കളിച്ച് അവൾക്കും അതൊരു ഒരു സന്തോഷമാണ്. കൊച്ചു പിള്ളേരല്ലേ വീട്ടിൽ ഇരുന്ന് അവരും മടുക്കത്തില്ലേ. അന്നേരം എനിക്ക് സമയം കിട്ടുന്ന അനുസരിച്ചാണ് ഞാനാണെങ്കിൽ ഇറക്കുന്നത്. ഇവിടെ ആണെങ്കിൽ ഞങ്ങളുടെ അയൽവക്കത്തുള്ള ആ ഒരു ചെറുക്കനാണ്. അവനാണെങ്കിൽ എന്നോട് ചോദിക്കുക, ആൻറ്റി എന്നെ വ്ളോഗ് എടുക്കുവാണോ? അന്നേരം ഞാൻ ചോദിച്ചു നിനക്ക് എങ്ങനെ അറിയാം വ്ളോഗ് എടുക്കുവാന്ന്. അന്നേരം അവൻ്റെ സിസ്റ്റർ ആണെങ്കിൽ എൻ്റെ മൂത്ത മോളുടെ കൂടെ പഠിക്കുന്നതാണ്. അന്നേരം അവളാണെങ്കിൽ എൻ്റെ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഉണ്ട്. അന്നേരം അവൻ പറയാം ഞാൻ ആൻറ്റിയുടെ വീഡിയോ ഒക്കെ കണ്ടു, ആൻറ്റി വ്ളോഗ് എടുക്കുന്നതല്ലേ എന്നൊക്കെ അവനോട് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അന്നേരം അബിഗയിലാണെങ്കിൽ ഷാരോൻ്റെ അടുത്താണ്. അവൾ എവിടെയാണെന്ന് എനിക്കൊന്ന് നോക്കണം. ഷാരോൻ ആണെങ്കിൽ അബിഗേലിനെ കൊണ്ട് എനിക്ക് മുമ്പേ ഇറങ്ങിയാണ്. അന്നേരം ഞാൻ അവരെ തപ്പുമായിരുന്നു. ഇവിടെ ഡീവിങ്ങിൻ്റെ ഇവിടെ വന്നപ്പോൾ ഇവിടെ പിള്ളേരെല്ലാം ശബ്ദം കേൾക്കാം. അന്നേരം അവരിവിടെ തന്നെ ഉണ്ട്. ഇവിടെ കുറച്ച് പിള്ളേർ പാർട്ടീസുണ്ട്, പെൺപിള്ളേർ. അവർക്കാണെങ്കിൽ അബിഗേലിന് ഭയങ്കര കാര്യമാണ്. ഞാനാണെങ്കിൽ ഫോൺ എടുത്തുകൊണ്ട് വീഡിയോ എടുത്ത് കേട്ടപ്പോൾ അവരെല്ലാം ഒന്ന് ജസ്റ്റ് സ്റ്റക്കായിട്ട് എല്ലാവരും സ്റ്റില്ലായിട്ടിരിക്കുവാണ്. ഷാരോനും എക്സ്പെക്റ്റഡ് അല്ല ഞാൻ വീഡിയോ എടുക്കുമെന്ന്. അന്നേരം അവൾ എന്നോട് ചോദിക്കുക മമ്മി എന്നെ വീഡിയോ എടുക്കുവാണെന്ന്. അബിഗേലാണെങ്കിൽ പിള്ളേരുടെ എല്ലാം ഇടയിലിരുന്ന് പിള്ളേരെല്ലാം എടുത്തുകൊണ്ട് നടക്കുകയും അവളെ. ഇവർക്കാണെങ്കിൽ അബിഗേലിനെ കണ്ടു കഴിഞ്ഞാൽ അവളെ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കും. ഒന്നില്ലെങ്കിൽ എടുത്തുകൊണ്ട് നടക്കണം, പിടിച്ചു വെച്ചുകൊണ്ടിരിക്കണം. അബിഗേലിന് ഓടി നടക്കണേ. ഷാരോൻ ഹായ് പറയാം. അന്നേരം ഇത് ചെറിയൊരു വീഡിയോയാണ്. ഞാൻ അവരോട് പറയാണ് അവളെ ഒന്ന് വെളിയിൽ അവളൊന്ന് ഓടി നടക്കട്ടെ. അന്നേരം ജസ്റ്റ് അവിടെ കളിയും ജസ്റ്റ് മറ്റു പിള്ളേരുടെ കളിയും എല്ലാം കൂടെ ജസ്റ്റ് ചെറിയൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇൻക്ലൂഡ് ചെയ്തേക്കുവാണേ. അബിഗേൾ ഓടാൻ തുടങ്ങി. ഇവിടെ ഫുള്ള് ബൈക്ക് പാർക്കിംഗ് ഏരിയ ആണ്. അന്നേരം അബിഗേളിനാണെങ്കിൽ അവിടെ പപ്പായുടെ ബുള്ളറ്റ് കറക്റ്റ് അറിയാം. അവത്തെ കറക്റ്റ് എന്ന് പിടിച്ചിരിക്കും. എന്നിട്ട് ഞാൻ അവത്തെ കയറ്റിയൊക്കെ അവളെ ഇരുത്തുകയൊക്കെ ചെയ്യുവേ. കുറച്ച് നേരം അവിടെ ഇരുന്ന് കളിക്കുകയൊക്കെ ചെയ്യും. ഇപ്പോൾ കറക്റ്റ് എന്ന് ഇതല്ല അവിടെ പപ്പായുടെ ബുള്ളറ്റ്. ഇപ്പോൾ കറക്റ്റ് എന്ന് അവിടെ പപ്പായുടെ ബുള്ളറ്റിൽ തന്നെ പിടിക്കുവേ. അവൾ ഓടുക, അവൾക്ക് മനസ്സിലായി ഇവിടെ നിന്ന്. അവത്തെ പിടിച്ച് ഭയങ്കര ഇഷ്ടമാണ്. അവൾക്ക് ബുള്ളറ്റിൽ യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. നല്ലപോലെ എൻജോയ് ചെയ്യും. അവൾക്ക് കാറിനേക്കാളും അവൾക്ക് ബുള്ളറ്റിൻ്റെ അകത്ത് യാത്ര ചെയ്യാനാണ് അവൾക്ക് ഭയങ്കര ഇഷ്ടം. ഇതാണ് അവിടെ പപ്പായുടെ ബുള്ളറ്റ്. അവത്തെ പിടിച്ച് കുറച്ച് നേരം ഇരുന്ന് ഞാൻ അവളോട് ചോദിച്ചു ഞാൻ കയറ്റി ഇരുത്തട്ടെ എന്ന്. പക്ഷേ ഇന്ന് അവൾക്ക് ഓടാനുള്ള താല്പര്യത്തിലായതുകൊണ്ട് പിന്നെ ഞാൻ അവളെ ഇരുത്തിയില്ല. പിന്നെ അവളിങ്ങനെ കുറേ അവിടെ ഇവിടെ എല്ലാം ഇങ്ങനെ ഓടി നടന്നു. അങ്ങനെ അബിഗേലിൻ്റെ കളിയൊക്കെ കഴിഞ്ഞ് കുറച്ച് ഇരുട്ടിയേ. അപ്പോൾ ഞങ്ങൾക്കാണെങ്കിൽ പഴംപൊരി കഴിക്കാനൊരു മോഹം. ഡ്രസ്സൊക്കെ മാറിപ്പോയി പഴംപൊരി മേടിച്ചുകൊണ്ട് വന്നു. സത്യം പറഞ്ഞാൽ അവിടുത്തെ വീഡിയോ എടുക്കാൻ ഞാൻ വിട്ടുപോയേ.
ഞാൻ പറയാൻ വിട്ടുപോയി, ഷമുവേൽ ഇവിടെ ഇല്ല. ഷമുവേൽ എൻ്റെ അനിയത്തിയുടെ വീട്ടിൽ പോയിക്കുവാണ് വാശിയിൽ 2 ആഴ്ചത്തേക്ക്. ഇച്ചാച്ചൻ ഡ്യൂട്ടിയിലാണ്. അപ്പോൾ 3 പഴംപൊരി മേടിച്ചുകൊണ്ട് വന്നു. അബിഗേളാണെങ്കിൽ അവിടെ പഴംപൊരി പിടിച്ചുകൊണ്ട് കുറച്ചൊക്കെ കടിച്ച് കഴിച്ചു. ബാക്കി അവളെല്ലാം തുപ്പുകയൊക്കെ ചെയ്തു. പിന്നെ അതിൻ്റെ കുറച്ച് ബാക്കിയുള്ളത് ഞങ്ങൾ 2 പേരും കൂടെ കഴിച്ച്. നല്ല പഴംപൊരി ആയിരുന്നു, നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയി കാണുന്നിടം വരെ എല്ലാവർക്കും ബായ്.